എന്റെ മയ്യത്ത് നിസ്കരിക്കണം എന്നതായ ലീസ്റ്റിൽ 12 വർഷത്തെ ഒരു ചെറിയ കിടാവുടെ മയ്യത്ത് നിസ്കാരം കൂടി നിസ്കരിക്കുന്നുണ്ട്. ആ മയ്യത്ത് നിസ്കരിച്ചത് അണ്ടതാ ബീസ്റോട്ടിൽ വെച്ചിട്ട് മയ്യത്ത് കൊടുന്ന് വെച്ചിട്ട് ബാപ്പ ചൊന്നത് നക്കീത് സുറൂത്തെ മയ്യത്തല്ല, ഞാൻ ഇതുക്കും മുന്നൽ എന്റെ 3 മക്കളായിട്ട് കബറടക്കിയത് 4ാമത്തെ മയ്യത്തായിട്ട് നന്റെ ഈ 12 വർഷത്തെ മോണ്ടെ ഞാൻ കബറടക്കൊണ്ടുള്ളത്. അതുകൊണ്ടിട്ടു നിങ്ങൾ എല്ലാവരും സ്വപൂർക്ക് ദ്വാരക്കുറുണ്ടായിട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് അയാൾ പിന്നൊരു വിഷയം കൂടി ചെയ്ത് നക്കീത് 3ാമത്തെ 4ാമത്തെ മയ്യത്താണെങ്കിലും നന്റെ പെഞ്ഞായിക്ക് അവളെ ഇളങ്ങമാറി ചെണ്ടാലും കൂടി തന്നിൽ മുന്നിട്ട് മരിച്ചിട്ടിരുന്നാൽ ആ ദുഃഖത്തെയും സഹിച്ചിട്ടായിട്ട് നന്റെ പെഞ്ഞുള്ളത് ആ ദുഃഖത്തൊട്ടിയായിട്ട് ഈ കൂടിയിട്ടുള്ള ഫയാസുകളുടെ 12 വർഷത്തെ ഈ കുഞ്ഞുമോന്റെ കൂടി മയ്യത്ത് നിസ്കരിച്ചുകൊണ്ടുള്ളതായിട്ട് സ്വന്തം ബാപ്പ ചൊല്ലത്. മുഅ്മിനീങ്ങള് ചിലപ്പോ എന്തിനാവണം ചെന്ന് കേട്ടെങ്കില് കുടുംബത്തിലെ ആഫത്ത് മുസീബത്ത് മരിപ്പുണ്ടുള്ളത് ചിലപ്പോ മുട്ട വന്നുകൊണ്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് പേപ്പറിൽ സോഷ്യൽ മീഡിയത്തിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു വിഷയത്തില് കാശ്മീരത്തില് വിഹാരത്തില് പോയ അന്യതായ ചുറ്റണത് മേലായിട്ട് പോയ അന്യതായ 26 പ്ലസ് ഔട്ടതായ കാശ്മീരത്തതായ ഒരാള് ആ തടയുക പോയ അന്യതായ ഒരാളെയും കൂടിയിട്ട് 27 ആൾമാരെ കൊന്ന വിഷയം. എന്റെ ഊണ്ടതായ കർണാടകത്തിൽ പ്രത്യേകിച്ചിട്ടും ഞങ്ങൾക്കൊന്നും ഏതൊരു ആലയും കൊന്നെങ്കിൽ അപ്പ നോക്കിട്ട് ജാതി നോക്കിയിട്ട് ആരായിട്ട് മരിച്ചത്, ആരായിട്ട് കൊന്നത്, അവിടെ ജാതി നോക്കിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ മേന്മായതായ ചക്കരയും തേങ്ങയും മത്തറയും ഇട്ടിട്ട് അതിനെ എങ്ങനെ ആൾമാർക്ക് സ്പ്രെഡ് ആക്കണതാവുള്ളൂ, മുസ്ലിം വിരോധം എങ്ങനെ മാത്രമാക്കണമെന്നാവുന്നതായ വിഷയമായിട്ട് എന്ത് ഞാനത് വാട്സാപ്പിൽ ലീസ്റ്റ് നോക്കുമ്പോ ചിലപ്പോ അത് യഥാർത്ഥമായി കൊണ്ടുണ്ടില്ല, ആരെങ്കിലും ആക്കി കൊടുത്തതായിരിക്കും. പക്ഷെ ആ ലീസ്റ്റിൽ നോക്കുമ്പോ 26 ആള് മരിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ 27 ആൾമാർ അതിൽ 16 ആൾമാരും മരിച്ചത് പരിശുദ്ധമായ ഇസ്ലാം ദീൻ സ്വീകരിച്ചതായ മുസ്ലിമിനായിട്ട്. എന്റെ TV മാധ്യമത്തിൽ നിങ്ങൾ നോക്കിയെങ്കിൽ അയാളെ ദീൻ ഏത് പേരെങ്കിലും കേട്ടിട്ടായിട്ട് കൊന്നതിനുണ്ടായിട്ട് TV മാധ്യമത്തെ അങ്ങ് ചൊല്ലുണ്ടായെങ്കിൽ ഈ കൊള്ളാങ്കത്തതായ ആ കൊന്നേങ്കത്തതായ ആൾമാരെ ഒരാളെ പിസ്തൂൾ വലിച്ചെടുക്കുമെന്ന് അങ്കത്തതായ ഒരാളുണ്ട്. അയാളെ പേരായിട്ട് എന്തിന് അയാളായിട്ട് സയ്യിദ് ആദിൽ ഹുസൈൻ. അയാള് കാശ്മീരിൽ തന്നെ കുതിരയിലിത ആൾമാരെ അപ്പുറം ഇപ്പുറം കൂട്ടം കൊണ്ട് നോക്കണായ ജാഗയെല്ലാം കൂട്ടം കൊണ്ടെങ്കിൽ നയിച്ചു നിന്നൊരാള് അയാള് ഈ കൊള്ളാങ്കത്തതായ പിസ്തൂൾ കാറ്റുകൊണ്ടുള്ള ആളെ കാണുമ്പോ സുബ്ഹാനല്ലാഹ് അയാൾ അവന്റെ പിസ്തൂളിനെ വലിച്ചെടുക്കൊണ്ടുകൊണ്ട് അയാളെ ഷൂട്ടാക്കറ അയാളും കൂടി മരിക്കണ്. ഇത് ഇസ്ലാമിന്റെ സൗന്ദര്യമായിട്ട് ഒരു എതിർപ്പ് എന്തെങ്കിലും കാണുമ്പോൾ ആൾമാർ എന്തെങ്കിലും സോഷ്യൽ മീഡിയത്തില അല്ലെങ്കിൽ പേപ്പറില അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘീയ കുടുംബത്തിലായ ആൾമാർ ഏതെങ്കിലും ഒരു ഇതിൽ കാട്ടുമ്പോ പ്രത്യേകം ഞങ്ങൾ ജാഗ്രതാക്കണായ ഞങ്ങൾ വിചാരിക്കണായ അങ്ങ് ചെല്ലത് നേരല്ലേ എന്നുള്ളത് ഒരിക്കലും വിചാരിച്ചു പോകുന്നു തീരാ. ഇത്രയും ആൾമാർ മുസ്ലിമീങ്ങൾ കൂടിയിട്ട് അപ്പൊ അതിനതായ കൊന്നതായ ആൾമാർ ആര് വേണമെങ്കിലും ആവട്ടെ, അതിനെ ഞങ്ങൾ അംഗീകരിക്കലല്ല. ആര് വേണമെങ്കിലായെങ്കിലും അങ്ങൊരു ദീനില്ല, അങ്ങ് ധർമ്മമില്ല, പരിശുദ്ധ ഇസ്ലാം വർക്കുണ്ടല്ല. ഫസ്റ്റ് കൊല നടന്ന അംഗത്തതായ ബഹുമാനപ്പെട്ടതായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കൾ, ആ ഒരു മോണ് പിന്നെ ഒരു മോനെ കൊന്നിട്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചൊല്ലാൻകത്തതായ ഖുർആനിൽ ചൊല്ലാൻകത്തതായ ഒരു പറക്കണ്ടു ഇങ്ങനെ അക്രമമായിട്ട് കൊല്ലപ്പെട്ട കാരണം കൊണ്ടിട്ട് ഞങ്ങൾ ഒരു പറക്ക എഴുതില്ല. ഒരു എന്തും ഉപദ്രവാക്കാത്ത ഒരു ഉപദ്രവവും ഇല്ലാത്ത ഒരു മനുഷ്യരെ വെറിയുടെ അന്യായമായിട്ട് കൊന്നുണ്ടായെങ്കിൽ അവനോ ഇടീ സമൂഹത്തിനെ കൊന്ന പോലെ ഏത് ധർമ്മത്തോട് വേണമെങ്കിലാവട്ടെ, ഏത് പേര് വെച്ചോണ്ട് വേണമെങ്കിലാവട്ടെ അവൻ കൊന്നത്. പിന്നെയും പ്രത്യേകമായിട്ട് ചൊല്ലനായ ഒരു വിഷയമുണ്ട്. അവിടെ കാശ്മീർ എന്തും കാശ്മീരത്തേക്ക് പോയാൽ ആൾമാർക്കുള്ള ഹൈ സെക്യൂരിറ്റി, ഞങ്ങളതായ ഇന്ത്യത്തെ വെച്ചിട്ട് ഹൈ സെക്യൂരിറ്റി, അന്യ ഗല്ലി പോലീസും ചെക്ക് പോയിന്റും എല്ലാ ആൾമാരെ പോണ്ടവരെ